പാലക്കാട് കോട്ടായിൽ പാർട്ടി ഓഫീസിൽ ചൊല്ലി സംഘർഷമുണ്ടായ സ്ഥലത്ത് വൻ പോലീസ് സുരക്ഷ. ഓഫീസിൽ പോലീസ് സ്ഥാപിച്ച പൂട്ട് CPM പ്രവർത്തകർ അടിച്ചു പൊട്ടിച്ചു. കോൺഗ്രസ് കൊടിമരവും ആർച്ചും മുറിച്ചു മാറ്റി. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. വീണ്ടും ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കില്ലേ ഇത്തരത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്? തീർച്ചയായും അഞ്ജലി, കോട്ടായിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കം CPM-ഉം കോൺഗ്രസും രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ടുള്ള വലിയ തർക്കവും സംഘർഷവുമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇന്നലെ ആ തർക്കം വലിയ രീതിയിൽ അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കൂടി മാറുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിൽ ഇന്നലെ നേരിട്ടെത്തി ഇവിടെ ആളുകളെ പിരിച്ചുവിടുന്നതിനും മറ്റുമായി ലാത്തിച്ചാർജ് അടക്കം നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി വീണ്ടും ഇന്നലെ സംഘർഷഭരിതമായി കാര്യങ്ങൾ. രാത്രി വൈകി CPM പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തുകയും ഈ ഓഫീസ് പൂട്ട് പൊളിച്ച് ഉള്ളിൽ കടന്ന് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ രാത്രി വൈകി ജില്ലാ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തങ്കപ്പന്റെ നേതൃത്വത്തിൽ ആളുകൾ സംഘടിക്കുകയും ഈ ഓഫീസ് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ തർക്കത്തിനിടയായ സംഭവം നമുക്കറിയാം. ഇവിടെ നിന്നുള്ള മുൻ മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസിന്റെ നിലവിലെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം. നിലവിലെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻ രാജ് പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞ് CPM-മായി ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് CPM മെമ്പർഷിപ്പിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി മോഹൻ രാജ് CPM അംഗത്വം എടുക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഭാഗമായി ഈ ഓഫീസ് മോഹൻരാജിൻ്റെ പേരിൽ വാടക ചീട്ടെഴുതിയ കെട്ടിടമാണ്. 50 വർഷത്തിലധികമായി കോൺഗ്രസിൻ്റെ കോട്ടായിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനമാണിത്. ഇത് അവിടെ CPM-ന്റെ പ്രവർത്തകർ ഈ മോഹൻരാജ് അവിടേക്ക് മാറിയതോടുകൂടി, അല്ലെങ്കിൽ പാർട്ടി അംഗത്വം CPM അംഗത്വം സ്വീകരിച്ചതോടുകൂടി ഈ ഓഫീസ് കയ്യേറാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ഓഫീസ് ചുവന്ന പെയിൻ്റ് അടിച്ചുകൊണ്ട്, ഓഫീസിന് പുറത്താണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട്, ഉള്ളിൽ ചുവന്ന പെയിൻ്റ് അടിച്ച് അവിടെ CPM നേതാക്കളുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും ഒക്കെ ഫോട്ടോ സ്ഥാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനെത്തിയ കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ചേർന്ന് ഇത് എടുത്തു മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ വലിയ സംഘർഷത്തിലേക്കെത്തി. പോലീസിന് ഇവിടെ ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നു. ഇതൊക്കെ തുടർന്ന് ഇന്നലെയും സംഘടിച്ചെത്തി CPM പ്രവർത്തകർ ഈ ഓഫീസ് കയ്യേറാനുള്ള ശ്രമം നടത്തുകയും കോൺഗ്രസ് പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ശക്തമായ കാവൽ ഓഫീസിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണി വരെയും ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഇവിടെ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്രമസമാധാന പ്രശ്നമായി ഈ വിഷയം മാറിയതോടുകൂടി അത്തരത്തിലുള്ള ശക്തമായ സുരക്ഷ തുടരുകയാണ്. ഇന്നും കോൺഗ്രസ് പ്രതിഷേധം നടത്തും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ജില്ലാ നേതാക്കളുടെ അടക്കം നേതൃത്വത്തിൽ ഇന്ന് വലിയ പ്രതിഷേധ മാർച്ചിന് കൂടി ഇവിടേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി പോലീസും റവന്യൂ അധികാരികളും ഒക്കെ ഇടപെടുന്നുണ്ട്. RDOയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇരു വിഭാഗവുമായി ചർച്ച നടത്തും. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഇതൊരു അഭിമാന പ്രശ്നമാണ്. CPM-നെ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പാർട്ടിയിലേക്ക് വന്നപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത CPM-നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇരു പാർട്ടികളും തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലി തർക്കം ഉണ്ടാവുകയും അത് തുടരുകയും അത് സംഘർഷത്തിലേക്കൊക്കെ എത്തുകയും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരു ക്രമസമാധാന പ്രശ്നമായി ഇത് മാറാതെ നോക്കേണ്ടത് പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും അടക്കം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് RDOയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നത്. മറ്റൊന്ന്, ഈ കെട്ടിടം മറ്റൊരു വ്യക്തിയുടെ പേരിലാണ്. അദ്ദേഹം ഇത് കോൺഗ്രസിൻ്റെ ഓഫീസിനായി വാടകയ്ക്ക് നൽകിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്താണ് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട്? തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ലെവിൻ കെ വിജയനാണ്.